ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഫൈബറിൻ്റെയും പ്രോട്ടീൻ്റെയും ഹെൽത്തി ഫാറ്റിൻ്റെയും വിറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ പവർ ഹൗസ് ആയ സീഡ്സും ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ട് നല്ലൊരു ബയോട്ടിൻ ലഡു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ആൽമണ്ടാണ്, പിന്നെ വാൽനട്ട്, കാഷ്യൂനട്ട്, പിന്നത്തേത് ഹെസിൽനട്ടാണ്. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലാത്തവർക്ക് എളുപ്പ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്ടെല്ല ക്രീമിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ നട്ടാണ് കേട്ടോ. പിന്നെ പിസ്താക്കിയോ, ഇതിനും എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ നിലക്കടല. ഇത്രയാണ് ഇപ്പം നട്ട്സിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സുകൾ കഴിക്കുന്ന ശീലം നമുക്ക് വളരെ കുറവാണ്, പക്ഷേ അത് നല്ലതാണ്. കാരണം നമ്മുടെ ന്യൂട്രിയൻസ് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നതിന് പകരം ഇങ്ങനെ നാച്ചുറൽ സോഴ്സസിൽ കൂടെ ശരീരത്തിന് ലഭിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഹെൽത്തി അല്ലാത്ത ഈവനിങ് സ്നാക്കിന് പകരം, അതായത് നമ്മുടെ ബോണ്ടായോ സുഗീനോ അങ്ങനത്തെ ഇതിന് പകരം ഇങ്ങനത്തെ ഒരു ലഡു കഴിക്കുവാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. ഇനി ആദ്യം ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് ആൽമണ്ടാണ്. ഇത് ഒരു പിടിയോളമാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ കണക്കൊന്നുമില്ല, ഞാനിങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ആൽമണ്ട് വൈറ്റമിൻ ഇ ആലും ആൻറ്റി ഓക്സിഡൻറ്റിനും വളരെ സമ്പുഷ്ടമാണ്. ഇനി അടുത്തത് വാൾനട്ടാണ്. ഇത് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ ഒരു കലവറയാണ്. ഇത് നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനും അതുപോലെ ഇൻഫ്ലമേഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനും വളരെയധികം നല്ലതാണ്. ഇനി അടുത്തത് കാഷ്യൂനട്ടാണ്. വളരെയധികം ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിറഞ്ഞ ഈ കാഷ്യൂനട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് വളരെയധികം നല്ലതാണ്. അടുത്തത് വൈറ്റമിൻ ഇ ആൽ സമ്പുഷ്ടമായ ഹെസിൽനട്ടാണ്. ഇത് ഹെയർ ലോസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ പീരിയഡ്സിൻ്റെ വേദനയൊക്കെ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. ഈസ്ട്രോജൻ ഡോമിനൻസ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് പ്രൊജസ്ട്രോൺ ലെവലിനെ ഇംബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അടുത്തത് ആരോഗ്യത്തിന് വളരെ ഗുണകരവും എന്നാൽ വലിയ വിലയധികം ഇല്ലാത്തതുമായ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് നിലക്കടല. ഇത് വൈറ്റമിൻ ഇ ആൽ സമ്പുഷ്ടമാണ്. സ്കിൻ ഹെൽത്തിന് വളരെയധികം നല്ലതുമാണ്. ഇനി അവസാനത്തെ താരം നമ്മുടെ പിസ്താക്കിയോ ആണ്. ഇത് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഐസൈറ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഈ ഇമ്മ്യൂണിറ്റി പവറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും വളരെയധികം നല്ലതാണ്. പിന്നെ ഇതിനെ പൊളിച്ചൊക്കെ എടുക്കാൻ ഇച്ചിരി പാടുണ്ട്, എങ്കിലും നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ ആളെണ്ണവും ഒക്കെ അനുസരിച്ച് എടുക്കുക, കൂടുതലും കുറവും ഒക്കെ ആയിട്ട്. ഇത് ഒരാഴ്ചത്തേക്ക് ഇരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് സീഡ് സെക്ഷനിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് സൺഫ്ലവറിൻ്റെ സീഡാണ് കിട്ടിയേക്കുന്നത്. എനിക്ക് സൺഫ്ലവർ സീഡിൻ്റെ സീഡ് തന്നെയായിട്ട് കിട്ടിയില്ല, എനിക്കതിൻ്റെ തൊണ്ടോട് കൂടിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാനത് ജസ്റ്റ് മിക്സിക്കകത്തിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സീഡ് തന്നെ പെറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ ഇ ആൽ റിച്ച് ആയ ഈ സൺഫ്ലവർ സീഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സെലീനിയം ഉള്ളത്. സെലീനിയവും മഗ്നീഷ്യവും ഉണ്ട്. സെലീനിയം നമ്മുടെ ഗ്ലൂട്ടാതയോണിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഇത് സ്കിൻ ഹെൽത്തിനും തൈറോയിഡ് ഹെൽത്തിനും വളരെയധികം നല്ലതാണ്. അടുത്തത് ഫൈബർ റിച്ച് ആയ ചിയ സീഡാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാരണം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കലവറയായ ഫ്ലാക്സ് സീഡാണ്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഇത് HDL കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നു. തന്നെയുമല്ല, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ഈസ്ട്രജൻ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പോസിബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നുമുണ്ട്. ഇനി അടുത്തത് പ്രോട്ടീനും വൈറ്റമിൻസും കാൽസ്യവും അടങ്ങിയ നമ്മുടെ എള്ളാണ്. ഇതെല്ലാവർക്കും പരിചിതമാണ്. ഇത് നമ്മുടെ കൊളസ്ട്രോളിനെയും ബ്ലഡ് പ്രഷറിനെയും ഒക്കെ കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ മെനോപോസിൻ്റെ സിംറ്റംസ് ഒക്കെ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും. ഇത് നമ്മുടെ അവസാനത്തെ ആളെത്തിയിട്ടുണ്ട്. അത് ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ നമ്മുടെ ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കോപ്പർ ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് പമക്കിൻ സീഡും അതുപോലെ തന്നെ ബ്രസിൽ നട്ടും ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ബ്രസിൽ നട്ടിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ സെലീനിയം ഉള്ളത്. അതുപോലെ നമ്മുടെ നാട്ടിലെ കുത്തരിയിലും നല്ലോണക്ക് സെലീനിയം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 സെക്ഷനാക്കി എല്ലാത്തിനെയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എപ്പോഴും ഒരു മീഡിയം ലോ ലെവലിലെ ഫ്ലെയിം ഇടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ നട്ട്സൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങും. ഏകദേശം ഒരു ബ്രൗൺ കളറാകും. എല്ലാ നട്ട്സിൻ്റെ അകത്തും കുറേശ്ശെ ഓയിൽ മയമുണ്ട്. അത് പ്രത്യേകിച്ച് വാൾനട്ടിനകത്താണ് ഏറ്റവും കൂടുതലുള്ളത്. അത് റോസ്റ്റ് ആകുന്നതിനനുസരിച്ച് പുറത്തോട്ട് വരാൻ തുടങ്ങി കഴിയും. ഇതിപ്പോൾ ഏകദേശം 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പരന്ന പാത്രത്തിലോട്ട് ഇട്ടതിന് ശേഷം നല്ലോണം അതിനെ നിരത്തിയിടുക. അപ്പം പെട്ടെന്ന് ഇതിൻ്റെ ചൂട് ആറി കിട്ടും. അതിനുശേഷം ഈ ഫ്രൈ പാൻ ഒന്ന് ജസ്റ്റ് ഒരു പേപ്പർ വെച്ച് നല്ലോണക്കൊന്ന് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി വെച്ച് നല്ലോണക്കൊന്ന് തൂത്ത് വിട്ടാൽ മതി. കാരണം നമ്മുടെ നട്ട്സിൻ്റെ എല്ലാം തൊണ്ടും തോലും ഒക്കെ അതേ പിടിച്ചിട്ട് കാണും, കുറഞ്ഞ് കുഞ്ഞതായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സീഡ്സ് ഇടുമ്പോൾ അതെല്ലാം പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ കുഞ്ഞു വിത്തുകളെയെല്ലാം പാനിലോട്ട് ഇടുവാണ്. ഇത് ഇട്ടതിന് ശേഷം നല്ലോണക്ക് എപ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോവും, പെട്ടെന്ന് അടിയിലൊക്കെ പിടിച്ചെന്നിരിക്കും. ഇതിൻ്റെ അകത്തെ കുഞ്ഞെള്ളൊക്കെ പയ്യെ പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് വേറൊരു കണ്ടെയ്നറിനകത്തോട്ട് അതിനെ മാറ്റാം. ഞാൻ ഇച്ചിരി പരന്ന ഒരു പാത്രത്തിലോട്ടാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്, നമ്മൾ ആദ്യം വെച്ചിരുന്ന പാത്രത്തിലോട്ട്. എന്നിട്ട് നമുക്കതിനെ ഒന്ന് പയ്യെ നിരത്തിയിടാം. അങ്ങനെ ഇത് പെട്ടെന്ന് ചൂടാറി കിട്ടും. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച നമ്മുടെ നട്ട്സൊക്കെ ഇവിടെ ചൂടാറി ഇരിപ്പുണ്ട്. നമ്മൾ ഉപയോഗിച്ച നട്ട്സിൻ്റെയൊക്കെ അതിൻ്റെ സ്കിന്നോട് കൂടിയാണ് നമ്മൾ അതിന് റോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തത്. പ്രത്യേകിച്ച് ഹെസിൽനട്ടിൻ്റെയും വാൾനട്ടിൻ്റെയും അതുപോലെ ആൽമണ്ടിൻ്റെയും ഒക്കെ ചെറിയ തോലൊക്കെ കരിഞ്ഞത് കാണും, അതിനെ എടുത്ത് മാറ്റിക്കളയണം. അതുപോലെ തന്നെ നിലക്കടലയുടെയൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ കരിഞ്ഞു പോയിട്ടുള്ളത് കാണും, അതിനെ എടുത്ത് കളഞ്ഞേച്ചിട്ട് വേണം നമുക്ക് അത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മുടെ ഈന്തപ്പഴത്തിനെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിക്കകത്തിട്ടെടുത്ത് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നട്ട്സിനെ എല്ലാം കൂടെ കുറേശ്ശെ എടുത്ത് മിക്സിക്കകത്തിട്ട് പയ്യെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം പൗഡർ ഫോം ആക്കരുത്. കുറച്ച് എണ്ണമയവും മുറുക്കവും കാണും, അത് പേടിക്കണ്ട. ഇനി അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് സീഡ്സിനെ എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അതിനെ പൊടിച്ചെടുക്കാം. ഇതും മറ്റേതുപോലെ പൗഡർ പോലെ പൊടിച്ച് കളയരുത്, ജസ്റ്റ് ഇച്ചിരി ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഈ വലിയ കണ്ടെയ്നറിനകത്തോട്ട് ഇത് വേണം, നിങ്ങൾക്കൊരു ചെരുവം പോലുള്ള സാധനം എടുക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടായിരിക്കും. രണ്ടിനെയും കൂടെ ഇട്ട്, അതായത് നട്ട്സിനെയും സീഡ്സിനെയും എല്ലാത്തിനെയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈന്തപ്പഴം അരച്ച് വെച്ച് പേസ്റ്റ് പോലെ ആക്കി വെച്ചേക്കുന്നതിനെ അങ്ങോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് പയ്യെ ഉണ്ട പിടിക്കാനായിട്ട് തുടങ്ങുക. നമ്മുടെ ലഡുവിൻ്റെ മുഴുപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ചേർത്ത് നമ്മുടെ സാധാരണ ലഡു സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഈ ഡയബറ്റീസ് ഒന്നുമില്ല, മധുരം കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് ശർക്കരയോ ഹണിയോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു കുഞ്ഞുണ്ട ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇതിനെ ചെറുതായി ഇങ്ങനെ അങ്ങ് ചീകിയിട്ടാൽ മതി. ഞാനിവിടെ കുറച്ച് പേരിന് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അതിനെയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള വലിപ്പത്തിൽ സമയമെടുത്ത് നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഉണക്കമുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെ നമ്മുടെ സാധാരണ ലഡു കഴിക്കുമ്പോൾ കിട്ടുന്ന ഉണക്കമുന്തിരിയിലൊക്കെ കടിക്കാനായിട്ട്. ഇത് ശരിക്കും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ ചൂടൊന്നും ഇല്ലാത്ത കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ സാവകാശം നമുക്ക് ചെയ്തെടുക്കാം. മറ്റേ ശർക്കര ഉരുക്കിയൊക്കെ ചേർക്കുന്നതാണെങ്കിൽ നമുക്ക് പിന്നെ തൊടാൻ ഭയങ്കര പാടായിരിക്കും, ചൂടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. ഡയബറ്റീസ് ഉള്ളവർ ശർക്കരയ്ക്ക് ഈന്തപ്പഴത്തിനും പകരം നെയ്യോ അല്ലെങ്കിൽ ഹണിയോ ചേർക്കാവുന്നതാണ്. ജസ്റ്റ് അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പാകത്തിന് മാത്രം ഉപയോഗിക്കുക. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്ക്, നമ്മൾ നേഴ്സുമാർക്ക് പ്രത്യേകിച്ച് വളരെ നല്ലതാണ്. പാലക്കാരുടെ സ്റ്റൈലിൽ പറഞ്ഞാൽ ശരിക്കും ഒരു നിപ്പനടിക്കാൻ പറ്റിയ സാധനമാണിത്. മീൻസ് നമ്മുടെ ഓട്ടത്തിനിടയ്ക്കാണെങ്കിലും ജസ്റ്റ് വയലോട്ടൊന്ന് ഇട്ടാൽ മതി, കാര്യം നടക്കും. വിശപ്പ് പോകുക തന്നെയല്ല, നല്ല എനർജിയും കിട്ടും കേട്ടോ. അത് കാരണം നല്ലൊരു ഓപ്ഷനാണിത്. ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിന്. നമ്മൾ പോരുമ്പോഴൊക്കെ നമ്മൾ മേടിച്ച് കൊടുത്തേച്ച് പോവും ആൽമണ്ടൊക്കെ, പക്ഷേ അവരത് ഒന്ന് തിന്നും അവിടെ വെച്ചേച്ച് പോവും, മറന്നു പോവും. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ പൊടിയായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അവരോട് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറയുക. അതുപോലെ നമ്മുടെ പിള്ളേർക്ക് ഇത് വളരെയധികം നല്ലതാണ്. ശരീരപുഷ്ടിക്കും അതായത് ആരോഗ്യത്തിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണിത്. ഇതെൻ്റെ ലഡു പിടുത്തം എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഓരോ ലഡുവിൻ്റെ അടിയിലോട്ട് ബേക്കിംഗ് കപ്പ് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഒരു കണ്ടെയ്നറിനകത്തൊക്കെ ഇട്ട് വെക്കുമ്പോൾ അത് തങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പൊട്ടിപ്പോകാതിരിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിനെയും നല്ല ഭംഗിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒഫീഷ്യലായിട്ടുള്ള ടേസ്റ്റിങ്ങിൻ്റെ സമയം. അടിപൊളിയാണ്, അതുപോലെ സൂപ്പർ ടേസ്റ്റും കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ കൊളീഗ്സിന് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മൾട്ടിപർപ്പസ് ഉള്ള ലഡുവിനെ നിങ്ങളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.